പക്ഷെ ഈ കണ്ണ അസുഖമൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഷുഗർ മാത്രമില്ല. അതാ ഇപ്പൊ ഒരു സങ്കടം. ഇല്ലല്ലോ, അസുഖമൊന്നുമില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞു, ഒരു അസുഖമില്ല. അതൊക്കെ നമ്മുടെ തോന്നലുള്ള ഈ കണ്ട അസുഖമുള്ള എനിക്ക് ഷുഗറില്ല എന്ന് പറയാൻ നീ ആരാടാ? സിസ്റ്റർ, ആരാ എന്നെ കാണാൻ വന്നത്? മിസ്റ്റർ മത്തായി, ഡോക്ടർ ചുള്ളനായി പോയില്ലോ. എന്നിട്ട് അങ്ങനെ നോക്കണേ? ഡോക്ടർക്ക് എന്നെ മനസ്സിലായില്ലേ? ഇല്ല. പെട്ടെന്ന് മാറുന്ന ഡോക്ടർ ഒരു 5-6 മാസം മുമ്പ് തൃശ്ശൂര് റൗണ്ടിൽ വെച്ച് ഡോക്ടറെ കാറ് ചീത്തായി കഴിഞ്ഞപ്പോഴേക്കും കൊടയൊക്കെ പിടിച്ച് ടോർച്ചൊക്കെ അടിച്ച് അന്ന് ഞാനല്ലേ ശരിയാക്കി തന്നെ ഡ്രൈവർ മത്തായി. ഇപ്പൊ മനസ്സിലായി. സോറി കേട്ടോ. താനെന്താ ഇവിടെ? അതൊന്നും പറയണ്ട ഡോക്ടർ. ഞാൻ കെട്ടാൻ പോണ പെണ്ണ് ഇവിടെ അടുത്ത് ഹോസ്റ്റലിലാണ് താമസം. അവളെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നാണ്. അപ്പോഴേ നാശം പിടിച്ച ഹർത്താല്. നമ്മളാണുങ്ങളെയൊന്നും അവിടെ നിർത്തില്ല. അപ്പോഴാ പെട്ടെന്ന് ഡോക്ടറുടെ കാര്യം ഇങ്ങനെ ഓർമ്മയിൽ വന്നേ. അപ്പോൾ ഡോക്ടർ ഫ്രീ ആച്ചാ ഒരുമിച്ചിരുന്നൊരു ചായ കുടിച്ചിട്ട് പോവാലോ എന്ന് വിചാരിച്ചു. ഡോക്ടർ ബിസി ആയിരുന്നാ? ഹേയ്, താനിവിടെ വെയിറ്റ് ചെയ്യും. എൻ്റെ ഡ്യൂട്ടി ഇപ്പം തീരും. അതിനുശേഷം നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോവാം. അയ്യോ ഡോക്ടറെയാ? ഡോക്ടർക്ക് ബുദ്ധിമുട്ടാവോ? താനിവിടെ വെയിറ്റ് ചെയ്യടോ. താൻ എനിക്കൊരു സഹായം ചെയ്ത ആളല്ലേ? ഡോക്ടർ നമ്മുടെ ഗടിയാട്ടാ ഒരാളെ ചേച്ചിയെ. എനിക്ക് അസുഖം ഞാൻ നിന്നോട് ആരാടാ പറഞ്ഞത്? നന്ദ സാറേ, അന്നമ്മയുടെ അപ്പച്ചൻ വിളിച്ചു പറഞ്ഞു അവൾ ഇന്ന് തന്നെ എറണാകുളത്തേക്ക് എത്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ ഒറ്റയ്ക്ക് വെച്ചാൽ ഇപ്പം ഈ കോട്ടയത്ത് നിന്ന് സുഖമായിട്ട് തൃശ്ശൂർ എത്തുന്ന സമയം കഴിഞ്ഞു. സാറിന് ബുദ്ധിമുട്ടായാ? താനെന്താടോ ഇത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു? ഫോർമാലിറ്റീസ് ഒക്കെ വിട്. ഒന്നുമില്ലെങ്കിലും ഒരു തവണ താൻ എന്നെ സഹായിച്ച ആളല്ലേ. അല്ലെങ്കിൽ അന്ന് ഞാൻ പെട്ടുപോയനെ. അതിലൊക്കെ എന്തിട്ടിരിക്കുന്നു സാർ? ആ ബെൽറ്റ് ഇട്. സീറ്റ് ബെൽറ്റ്. ഈ കുന്ത ഇതെങ്ങനെയത്? വലിച്ചം കിട്ടാ മതി, അല്ലെങ്കിൽ ശബ്ദം കേട്ടോണ്ടിരിക്കും. സാറിന്റെ വീട്ടിലാരൊക്കെയല്ലേ? ഭാര്യയും മോളും ഉണ്ട്. പക്ഷെ അവരിപ്പോ വീട്ടിൽ പോയിരിക്കും. ഇതിന് എത്രയും മൈലേജ് കിട്ടണം സാറേ? അതൊക്കെ ആര് ശ്രദ്ധിക്കുന്നുള്ളൂ? സാറിന് നോക്കണ്ട. നമ്മളൊക്കെ അത് നോക്കിയില്ലെങ്കിലേ ട്രൗസർ കീറും. നമ്മുടെ റൗണ്ടിലെ രാമേട്ടൻ എപ്പോഴും പറയും പെൺകുട്ടികളുടെ വളർച്ചയും പെട്രോളിന്റെ വില രണ്ടും ഒരുപോലെയാന്ന്, രണ്ടും പിടിച്ച കിട്ടില്ലാന്ന്. സാറെ ഫോണടിക്കണ്ടാ. ഹലോ ഗീതേ, എന്തായി തീരുമാനം? ഞാൻ എൻ്റെ കണ്ടീഷൻസ് ആദ്യമേ വ്യക്തമാക്കിയതില്ലേ? നീ ആദ്യം മോളെയും കൊണ്ട് വീട്ടിലേക്ക് വാ. ഗീത, ഇതിപ്പം 2 ആഴ്ചയായി നീ പോയിട്ട്. ശരി, ഞാൻ ഡ്രൈവ് ചെയ്യാം. ഒരു 10 മിനിറ്റ് ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാം. ഓക്കെ? സാറിന്റെ വൈഫല്ലേ വിളിച്ചേ? അതെ. സംസാരം കേട്ടിട്ട് എന്തോ പിണക്കത്തിന്റെ മണം അടിച്ചല്ലോ. താൻ കല്യാണം കഴിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞു? അതെ. അപ്പൊ തന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൈയിടും. പുതിയ ഉടുപ്പൊന്നും വേണ്ട മമ്മ, എനിക്ക് പെട്ടെന്ന് അച്ഛൻ്റെ അടുത്ത് എത്തിയാൽ മതി. ഇപ്പോഴത്തെ പനിയുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ ഭേദം. ചെറുതായാലും വേഗം ഡോക്ടറെ കാണിക്കുക തന്നെയാ നല്ലത്. ഞങ്ങൾ ഡോക്ടറിന്റെ അടുത്തേക്കല്ല പോകുന്നത്, അച്ഛൻ്റെ അടുത്തേക്കാ. അമ്മേന്റെ പിണക്കൊക്കെ മാറി. പിണക്കം മാറേ? എന്താടിത്? അമ്മേ, അത് പിന്നെ നന്ദേട്ടൻ. ഓഹോ, അപ്പൊ തീരുമാനങ്ങളൊക്കെ സ്വയം എടുത്തു തുടങ്ങിയല്ലേ എന്റെ മോള്? ഫോണിൽ 2 പഞ്ചാര വാക്ക് കേട്ടപ്പോ പെട്ടിയെടുത്ത് പോവാ നീ? തൽക്കാലം നിങ്ങൾ എങ്ങോട്ടും പോണില്ല. ചെവി ഞാൻ പൊന്നാക്കും. എനിക്ക് ആരുടെ മുന്നിൽ തോറ്റു ജീവിക്കേണ്ട ഗതികേട് വന്നിട്ടില്ല ഇതുവരെ. അവനെ എന്റെ മുന്നിൽ വരണം, ചെയ്ത തെറ്റിന് മാപ്പും പറയണം. അല്ലാതെ നീ പടിയിറങ്ങിയ എന്താ അവിടെ നിന്ന് കളഞ്ഞത്? കേറിയിരിക്കേ. അതൊക്കെ കാലി കിടന്നോട്ടെ. ഒന്നും സാരില്ല. സ്വന്തം വീട് പോലെ കരുതിയാൽ മതി. കുടിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ ഫ്രിഡ്ജിലുണ്ട്. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ?
എന്ത് ധൈര്യത്തിലടി നീ? അമ്മേ മോള് ഫോൺ ചെയ്തതുകൊണ്ടാ. നീ ഇനി ഒന്നും സംസാരിക്കണ്ട. ഞാൻ പറയാം അവനോട്. ഇടയ്ക്കിടയ്ക്ക് ഒരു ഫോൺ വിളിയും വർത്താനും ഒരിച്ച് കയറുന്നുണ്ട് എനിക്ക്. ഡി അച്ഛാ കൊച്ചെന്നൊക്കെ വിളിക്കാൻ ഇനി ഫോണെ തൊട്ടാലുണ്ടല്ലോ അവിടെ ഒരു ഫോൺ വിളി. മോളെ ആ അന്നമോ. ആ മാത്തു, ഇതെവിടെയാ? ചുറ്റിക്കറങ്ങി ബുദ്ധിമുട്ടായോ? എന്തൊരു ബുദ്ധിമുട്ട് എടി, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഫ്രണ്ട് ഡോക്ടറിന്റെ കാര്യം. ആ ഞാൻ ഇപ്പൊ അവന്റെ വീട്ടിലാണ്. അവനോ? ഒന്ന് തെളിച്ചു പറ മാത്തു. ആ അതൊക്കെ ഉണ്ട് എടി. ഞാൻ നിന്നെ വിളിക്കാട്ടാ. ഡോക്ടറെ 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 ഭാര്യ വിളിക്കണ്ടാ. ആ ഹലോ ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. ഇതാരാ? ഇത് ഡോക്ടർ നന്ദഗോപന്റെ വീട് തന്നെയല്ലേ? അതെ, അങ്ങോരെ വീട് തന്നെയാണ്. താനാരാ? അതൊക്കെ പറയാം. ചേച്ചി വളരെ ശാന്തമായിട്ട് കേൾക്കണം. ഈ കുടുംബജീവിതം എന്നൊക്കെ പറയണതേ പളുങ്ക് പാത്രം പോലെയാണ്. അതിങ്ങനെ തുടയ്ക്കും തോറും മിനുസം കൂടിക്കൊണ്ടിരിക്കും അല്ലേ? വലിയ വായിൽ വർത്തമാനം ഒന്നും വിളമ്പാതെ താൻ ആരാണെന്ന് പറയടൂ. ചേച്ചി, ഡോക്ടർ എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോ പിണക്കങ്ങളൊക്കെ പതിവല്ലേ ചേച്ചി? നിർത്തടോ. താനാരാ? ആരാണ്? എന്റെ പേര് മത്തായി എന്നാണ്. ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഇതേ ഇതേ ഇപ്പൊ സമാധാനായല്ലോ. കണ്ണി കണ്ട ഓട്ടോ ഡ്രൈവർമാരോടൊക്കെ നീ പിണങ്ങിപ്പോയെന്ന് പറഞ്ഞ് നാറ്റിച്ചു വെച്ചിരിക്കാവൻ. ഒരുത്തന്റെ ഫോൺ എടുത്തിട്ട് എന്നെ ഉപദേശിക്കാം. എന്റെ ഈശ്വര, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല.